മൂന്നാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കം. അങ്ങനെ അവർ കൈ കൊടുത്ത് ഒരുമിച്ച് താമസിക്കാമെന്ന് തീരുമാനിച്ചു. അവൻ ചേച്ചി അവൾക്ക് വേണ്ടി ഒരുക്കിയ റൂമിൽ താമസിക്കാമെന്ന് പറഞ്ഞു പോകും. അവളപ്പോൾ ആ റൂമിന് തടസ്സം പറയും. എങ്കിൽ പിന്നെ ഞാൻ മാസ്റ്റർ ബെഡ്റൂം ഉപയോഗിക്കണമെന്ന് അവൻ ചോദിക്കും. അതാണെങ്കിൽ ചേച്ചിയുടെയും ചേട്ടൻ്റെയാണ്. അവൾ വേണ്ട, നീ ഇത് തന്നെ എടുത്തോ, പക്ഷേ അതിലുള്ളതൊന്നും തൊട്ടുപോയേക്കരുത്. അവനപ്പോൾ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പം തൊട്ട് ഈ റൂമിൽ വേറെ ആരും കടന്നു പോയേക്കരുത്. എൻ്റെ ഫർണിച്ചറും എല്ലാ കാര്യങ്ങളും അതിനുള്ളിലാണ് ഉള്ളത്. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഡോറിൽ തട്ടി മാത്രമേ ഉള്ളിൽ കയറാവൂ. അവൾ വന്നിട്ട് അവനോട്, നീ ജോലിക്ക് പോകുന്നില്ലേ? ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഇങ്ങനെ വൂജുവിനെ മാനേജ് ചെയ്യുക എന്ന് ചോദിക്കും. അവൻ ചിരിക്കുക മാത്രം ചെയ്യും. അടുത്ത സീനിൽ ടെഹുങ് അവൻ്റെ മാനേജറോട് ലീവ് അപേക്ഷിച്ച് പുറകെ നടക്കുവാണ്. എൻ്റെ ആനുവൽ ലീവും മന്ത്ലി ലീവും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കൂട്ടിവെച്ച് എനിക്ക് 1 മാസം ലീവ് തരണമെന്ന് അവൻ കെഞ്ചി പറയും. അയാളാണ്, നീ ഈ കമ്പനിയുടെ അവസ്ഥയൊന്ന് നോക്ക്. നമുക്ക് ആകെയുള്ളൊരു ഫോട്ടോഗ്രാഫർ ഹോട്ടലിൽ ഫോട്ടോ എടുക്കുന്നതിന് പകരം മോഡലിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയിരിക്കുക. വെയിറ്റ്, നീയൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നില്ലേ? അതെല്ലാം കഴിഞ്ഞു പോയ കാര്യമല്ലേ? ടെഹുങ്, നിനക്ക് 1 മാസത്തെ ലീവ് വേണോ? അയാളുടെ ഉദ്ദേശം ഇപ്പോൾ ഒഴിവായിപ്പോയ ഫോട്ടോഗ്രാഫർക്ക് പകരം ഇവനെ കൊണ്ട് പണിയെടുപ്പിക്കാനാണ്. അങ്ങനെ നിവൃത്തിയില്ലാതെ അവൻ വീണ്ടും ക്യാമറ എടുക്കും. അയാൾ പറഞ്ഞ കാര്യം ഇപ്പോൾ കേൾപ്പിക്കും. നിനക്ക് ക്യാമറയിൽ നോക്കാൻ പോലും താല്പര്യമില്ലയെന്ന് എനിക്കറിയാം, പക്ഷെ പ്ലീസ് എന്നെ ഒന്ന് ഈ സാഹചര്യത്തിൽ സഹായിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് 1 മാസത്തെ അവധി തരാം. അവനെല്ലാം സെറ്റ് ചെയ്ത് ഹോട്ടൽ റൂമിൻ്റെ ഫോട്ടോസ് എടുക്കുവാണ്. ഇപ്പോൾ അതേ സ്ഥലത്ത് തന്നെ മറ്റൊരാളെ കാണിക്കും. അയാൾ ഒരു റൂമിലേക്ക് ചെല്ലുവാണ്. അവിടെ ഒരു ലേഡി കിടപ്പുണ്ട്. അവരാണെങ്കിൽ ഒരു ഫേമസ് ഫോട്ടോഗ്രാഫറാണ്. അയാൾ അവരെ ഒരു ന്യൂസ് കാണിക്കും. അവരെക്കുറിച്ച് തന്നെയുള്ളതാ. ടോപ്പ് ഫോട്ടോഗ്രാഫർ ആമിച്ചു ഫോട്ടോഷൂട്ടിൻ്റെ അന്ന് വീണ്ടും അത് ക്യാൻസൽ ചെയ്തു. അവരാണെങ്കിൽ അതിൽ ഫോട്ടോ കണ്ടിട്ട് ഇവരെന്തിനാ ഈ ഫോട്ടോ ചൂസ് ചെയ്തേ, ഞാനായിരുന്നെങ്കിൽ അതിൻ്റെ ടോൺ ചേഞ്ച് ചെയ്തേനെന്ന് പറയും. അതല്ല ഇപ്പോഴത്തെ പ്രശ്നം, നീ ഇതെങ്ങനെ ഫിക്സ് ചെയ്യുന്നു പറ. ഞാനെന്ത് ചെയ്യാനാ, ഇത് ഫിക്സ് ചെയ്യേണ്ടത് നിൻ്റെ ജോലിയില്ലെന്ന് പറഞ്ഞ് അവരത് അയാൾക്ക് തിരിച്ചു കൊടുക്കും. അയാളാണെങ്കിൽ, എനിക്ക് 10 കൈയൊന്നുമില്ല, ദയവേത് നിങ്ങളൊരു അസിസ്റ്റൻറ്റിനെ വെക്കണമെന്ന് പറയും. നീയുള്ളപ്പോൾ വേറൊരാളെന്തിനാണെന്ന് പറഞ്ഞ് അവരെഴുന്നേറ്റിട്ട് ഈ ഹോട്ടൽ അത്ര ശരിയല്ല എന്ന് പറയും. അയാളാണ് ദേഷ്യപ്പെട്ടിട്ട്, നിങ്ങൾ ഏത് ഹോട്ടലിൽ പോയാലും ഇത് തന്നെയല്ലേ പറയുന്നേ, ഞാനൊരു 500 എണ്ണമെങ്കിലും നോക്കിയിട്ടുണ്ടാവും. അയാൾ ഭ്രാന്ത് പിടിച്ച് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ടെഹുങ് എടുത്ത ഫോട്ടോസിനെ പറ്റി ബോസിനോട് സംസാരിക്കുന്നത് കേൾക്കും. അയാൾ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടിട്ട് ടെഹുങ് ഞെട്ടിപ്പോകും. പേടിക്കണ്ടെന്ന് പറഞ്ഞ് അയാൾ വന്നിട്ട്, നീ ഒരു ഫോട്ടോഗ്രാഫറാണോ എന്ന് ചോദിക്കും. തെറ്റായിരിക്കല്ലേ? അയാൾ കാർഡ് നീട്ടിയിട്ട്, ഞാൻ ആമിച്ചുവിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയും. ഹുൻജിനിപ്പോൾ ഊജുവിനോട്, ഊജു, ഞാൻ പോയി കഴിഞ്ഞാൽ നീ നന്നായി ഭക്ഷണം കഴിക്കണം, മിടുക്കനായിട്ടിരിക്കണം, മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ ഊജു ചിരിച്ചുകൊണ്ട് ആ ആ എന്ന് പറയും. അവനിപ്പോൾ റൂമിലേക്ക് വന്നിട്ട് അയാൾ കൊടുത്ത കാർഡ് എടുത്ത് നോക്കും. അവനെടുത്ത ഫോട്ടോസ് എല്ലാം അയാൾക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട്. നിന്നെ ഒരു ദിവസം എനിക്ക് വാടകയ്ക്ക് എടുക്കാവുമെന്ന് അയാൾ ചോദിക്കും. ആമിച്ചുവിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല അവസരമായിരിക്കും അത്. ദിവസം 1 മില്യൺ വെച്ച് തരാം. അവനാണേ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. അവൻ ആ കാർഡ് തിരിച്ച് കോട്ടിനുള്ളിൽ തന്നെ വെക്കും. ഇപ്പോൾ ഹുൻജൻ വന്ന് അവനെ പുറത്തേക്ക് വിളിക്കും. അവളവന് വൂജുവിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള ഒരു ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ട്, അവൻ ഉണ്ണുന്നതും ഉറങ്ങുന്നതും കളിക്കുന്നതും എല്ലാം എന്നെ അപ്പപ്പോൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയും. ഞാൻ നിന്നോട് എല്ലാം റിപ്പോർട്ട് ചെയ്യണമെന്നോ? ആ, നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല. നീ വൂജുവിന് ചോക്ലേറ്റ് കൊടുത്തതല്ലേ, ഈവൻ കെച്ചപ്പ് വരെ കൊടുത്തു. ആ അത് ഏർലി ലേണിംഗ് ആണെന്ന് പറഞ്ഞ് അവൻ വാദിക്കും. അടുത്ത ദിവസം അവൾ കൊച്ചിന് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സമയം ആവാറായതുകൊണ്ട് അവൾ ടെഹുങ്ങിനെ വിളിച്ച് അത് ഏൽപ്പിച്ചിട്ട് ഞാൻ പോവുകയാണെന്ന് പറയും. അതിന് 9 മണി ആയില്ലല്ലോ, എനിക്ക് ഓവർ ടൈമിന് പൈസ തരേണ്ടി വരും. അവൾ ചിരിച്ച്, നീ ഒപ്പിടുന്നതിന് മുമ്പ് കോൺട്രാക്റ്റ് ശരിക്കും വായിച്ച് നോക്കണമായിരുന്നു, താല്പര്യമില്ലെങ്കിൽ നിനക്ക് പോവാമെന്ന് പറയും. അങ്ങനെ വഴക്കടിച്ച് അവൾ ഇറങ്ങും. ഊജു തിരിഞ്ഞ് ടെഹുങ്ങിനെ നോക്കുന്നുണ്ട്. അവൻ വന്ന് കൊച്ചിന് ഫുഡ് എടുത്ത് കൊടുക്കും. അവളിപ്പോൾ ഓഫീസിലേക്ക് പോവാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സന്തോഷത്തിലാണുള്ളത്. ആദ്യ ദിവസം പുതിയ ആളുകൾക്കുള്ള ട്രെയിനിങ് ആണ്. അവൾക്ക് ID കാർഡും ട്രെയിനിങ്ങിന് വേണ്ട മറ്റു സാധനങ്ങളും എല്ലാം കിട്ടും. ടെഹുങ് ഇപ്പോൾ വീട്ടിൽ ക്ലീനിങ്ങിലാണുള്ളത്. അവിടെ കിടക്കുന്നത് കണ്ടിട്ട്, ഇവളെന്താ റൂം ഉപയോഗിക്കാതെ ഈ ലിവിങ് ഏരിയയിൽ തന്നെ താമസമാക്കിയിരിക്കുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അവൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ കൊച്ചിന് കഥാപുസ്തകം വായിച്ചു കൊടുക്കണം, ക്രിയേറ്റിവിറ്റി വളർത്താനാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് അവൻ കാണും. അവളുടെ ഒരു ക്രിയേറ്റിവിറ്റി! അവളാരാ, ചൈൽഡ് എക്സ്പെർട്ടാണെന്നാണ് വിചാരം. അവൻ വൂജുവിന് TV-യിൽ ചെസ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കൊച്ച് ഓഡിയോ വിഷ്വൽ ലേണിംഗ് ഉപയോഗിച്ച് ക്രിയേറ്റിവിറ്റി വളർത്തുക. അയ്യോ, റിപ്പോർട്ടിൻ്റെ കാര്യം ഞാൻ മറന്നു പോയല്ലോ. അവൻ ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുക്കും. അവൾക്കത് കണ്ട് സന്തോഷമാകും. അടുത്തത് ഫുഡ് കഴിക്കുമ്പോഴുള്ള ഫോട്ടോ എടുക്കും. വീണ്ടും അത് അവൾക്ക് ഇട്ടുകൊടുക്കും. കൊച്ചിന് ഈ കുറുക്കൊന്നും ഇഷ്ടപ്പെടാതെ സ്പൂൺ താഴെ ഇടുമ്പോൾ, നിനക്ക് വേണ്ട കഴിക്കേണ്ടെന്ന് പറഞ്ഞ് അത് മാറ്റി വെച്ചിട്ട്, അവൾ ചോക്ലേറ്റ് കൊടുക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ, വേറൊരു മുട്ടായി എടുത്ത് അവൻ്റെ വായിൽ വെച്ച് കൊടുക്കും.
കൊച്ച് ഓടി അവൻ്റെ പുറകെ റൂമിൽ കയറാൻ വരുമ്പോൾ നോ അവിടെ നിൽക്കുന്ന പറഞ്ഞ് ക്ലോസ്ഡ് എന്നൊരു കാർഡും ഡോറിൽ തൂക്കിയിടും. അങ്ങനെ വൂജു പേഷ്യൻസും പഠിച്ചു. ഇപ്പോൾ ഹുഞ്ചിൻ്റെ ആദ്യ ദിവസത്തെ ട്രെയിനിങ് അവസാനിച്ചു. 6 മണിയായി. പക്ഷേ അവൾ ഇതുവരെ എത്തിയിട്ടില്ല. അവൻ അതുകൊണ്ട് കുളിക്കാൻ കയറും. കൊച്ചെ 10 മിനിറ്റും കൂടെ അടങ്ങിയിരുന്നോണം, ആൻറ്റി വന്നാൽ പിന്നെ നീ ബഹളം വെച്ചൊന്ന് പറയും. ഊജുവിന് ഫോണെല്ലാം കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവൻ സോപ്പെല്ലാം തേച്ച് കുളിക്കുന്നതിനിടയ്ക്ക് ചൂടുവെള്ളം മാറി തണുത്ത വെള്ളം വരാൻ തുടങ്ങും. അവൻ അങ്ങനെ തന്നെ ഇറങ്ങി അതെന്താണെന്ന് നോക്കാൻ ചെല്ലുമ്പോഴായിരിക്കും അവൾ വരുന്നത്. നീ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൾ കണ്ണ് പൊത്തി നിൽക്കും. ഞാനൊന്നും ചെയ്തില്ല, ബോയിലർ ഓഫായെന്ന് തോന്നുന്നു, അത് നേരെയാക്കാൻ വന്നതാ. ഊജു രണ്ടിനെയും മാറി മാറി നോക്കുന്നുണ്ട്. അവർ വന്ന് ബോയിലർ പരിശോധിക്കും. ഇതൊക്കെ എന്തെന്ന ഭാവത്തിൽ അവൻ കുറേ സ്വിച്ച് നിൽക്കും. പക്ഷെ ഒന്നും ശരിയാവില്ല. നീ വലിയ എക്സ്പേർട്ടാണെന്നല്ലേ പറഞ്ഞതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാനിങ്ങനത്തെ തല്ലിപ്പൊളി വീട്ടിലൊന്നും നിന്നിട്ടില്ല, ഞാനൊരു പുതിയ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചേ, അവിടെ ചൂടുവെള്ളമെല്ലാം ചൂടാ വന്നുകൊണ്ടിരിക്കുന്നു പറയും. അവരിപ്പോൾ അത് നേരെയാക്കുന്ന ആളുകളെ വിളിക്കുമ്പോൾ അത് ശരിയാക്കാൻ 1 മില്യൺ വോൺ ആവുമെന്നാണ് പറയുന്നത്. ഇനി വൂജുവിനെ എങ്ങനെയാണ് കുളിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് അവൾ ടെൻഷൻ അടിക്കുമ്പോൾ അത് നിൻ്റെ കാര്യമാണ്, നീ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞ് അവൻ പോകും. അവളിപ്പോൾ കിച്ചൺ മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒച്ച കാരണം അവനും പുറത്തേക്ക് ഇറങ്ങി വരും. നീ എന്താ ചെയ്യുന്നേ? എനിക്കൊന്ന് കിടക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. ഞാനൊരു പാത്രം തപ്പുക. ബാത്തപ്പ് വൂജുവിന് വലുതല്ലേ. അവളൊരു അണ്ടാവ് പൊക്കി എടുത്തിട്ട് കിട്ടിയെന്ന് പറയും. നീ അവനെ എന്താ പുഴുങ്ങാൻ പോവാണോ? ബാത്തപ്പിൽ വെച്ച് തന്നെ കുളിപ്പിക്കുന്നു പറഞ്ഞ് അവൻ പോകുമ്പോൾ ഹേ വെയിറ്റ്, കുളിപ്പിക്കുന്ന സമയത്ത് നീ അവനെ പിടിക്കുമെങ്കിലും വേണം, അതൊരു കോമൺ കോട്ടസി അല്ലെന്ന് അവൾ പറയും. ഇപ്പോൾ കെറ്റിലും അണ്ടാവിലും കൂടെ വെള്ളം ചൂടാക്കും. അവളെ കഷ്ടപ്പെട്ട് അത് പൊക്കി എടുത്തുകൊണ്ടുവരും. അവർ രണ്ടും കൂടെ അവനെ കുളിപ്പിക്കും. അതിനിടയ്ക്ക് ഊജു അവളുടെ മുഖത്തേക്ക് ഷാമ്പു തെറിപ്പിക്കും. അവനത് കണ്ട് ചിരിക്കും. അപ്പം തന്നെ അവൻ്റെ കണ്ണിലേക്കും തെറിപ്പിക്കും. ഞാൻ നിന്നോട് അവനെ ശരിക്കും പിടിക്കാൻ പറഞ്ഞതല്ലെന്ന് പറഞ്ഞ് അവൾ ഒച്ചയിടും. ഇപ്പോൾ അടുത്ത ദിവസം ഇന്നാണ് അവൾ ജോലിക്ക് കയറിയതിന് ശേഷം ശരിക്കുള്ള ആദ്യ വർക്കിംഗ് ഡേ. അവൾ ഓഫീസിൽ വന്നിരിക്കും. അപ്പോൾ ടീം ലീഡറുടെ അസിസ്റ്റൻ്റ് വന്ന് അവൾക്ക് കുറച്ച് ഫയൽ കൊടുത്തിട്ട് ഇത് കമ്പനിയുടെ ഡീറ്റെയിൽസാണ്, നോക്കിക്കൊള്ളാൻ പറയും. അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫയൽ കാണിച്ചിട്ട് ഞാനിത് ഓൾറെഡി 3 വട്ടം നോക്കി, ഇനിയും നോക്കണമെന്ന് ചോദിക്കും. ഹോ, നീ ഒരു മോഡൽ എംപ്ലോയി ആണല്ലോ എന്ന് പറഞ്ഞ് അയാൾ തിരിച്ചു പോകുമ്പോഴാണ് പെട്ടെന്ന് ഹേ നീ അവളല്ലേ ആ ലോബിയിലുണ്ടായിരുന്ന പെണ്ണ്? സോറി, നീ എന്താ പറയുന്നേ? അന്ന് ജോബ് ഇൻ്റർവ്യൂവിൻ്റെ ദിവസം സീനുണ്ടാക്കിയ കപ്പിള്. അവൾ ടേഹുങ് വന്നതും അവിടെ നടന്ന പ്രശ്നവും എല്ലാം ഓർക്കും. അത് നീയല്ലേ, ആ വീഡിയോയിലുണ്ടായിരുന്ന ആളുടെ അതേ ഔട്ട്ഫിറ്റാണ് നിനക്കും. അവളാകെ നാണം കെട്ട് നിൽക്കും. അവളിപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ ആ വീഡിയോ കാണുവാണ്. ഫ്രണ്ടും ഇതേ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അത് നീ ആയിരുന്നോ എന്ന് ഫ്രണ്ട് ചോദിക്കും. കമ്പനിയുടെ ഗ്രൂപ്പിൽ ഇതൊരു 1000 പേരെങ്കിലും കണ്ടിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിക്കുമ്പോഴെല്ലാം ഇതാരാണെന്നാ ചർച്ച. പക്ഷേ അത് നീ ആയിരുന്നല്ലേ. അവരത് വീണ്ടും നോക്കും. നിൻ്റെ ഫേസ് ഏതായാലും വീഡിയോയിൽ കാണുന്നില്ല എന്ന് ഫ്രണ്ട് പറയും. അവൾ അവനെ കണ്ടിട്ട് അവൻ്റെ നുണക്കുഴിക്കകത്തൂടെ ഞാനൊരു കുത്തുവെച്ച് കൊടുക്കും. അവനിപ്പോൾ ബോയിലർ നേരെയാക്കാൻ നോക്കുവാണ്. ചാറ്റ് ജിപിടിയോടാണ് സംശയം ചോദിക്കുന്നത്. ഇത് നേരെയാക്കണമെങ്കിൽ ആദ്യം അതിനുള്ള ടൂൾസ് വേണമെന്ന് പറയും. ഇനി ടൂൾസ് എവിടെ തപ്പാനാ? അവനിപ്പോൾ അടുത്ത വീട്ടിൽ പോയി ബെല്ലടിക്കും. അയാളോട് എനിക്ക് കുറച്ച് ടൂൾസ് തരുമെന്ന് ചോദിക്കും. ടൂൾസൊക്കെ തരാം, പക്ഷേ ആദ്യം നീ അതെന്തിനാണെന്ന് പറ. എനിക്കെൻ്റെ ബോയിലർ നേരെയാക്കാനാണ്. ബോയിലറോ? അതിന് ഞാൻ എക്സ്പേർട്ടാ. അയാളിപ്പോൾ വന്നിട്ട് അത് പണിതുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഇത് മോട്ടറിൻ്റെ കംപ്ലൈൻറ്റാണ്. നിങ്ങൾക്കിത് ശരിക്കും നേരെയാക്കാൻ അറിയുമോ? പിന്നല്ല, ഇതൊക്കെ നിസ്സാരം. അവൾ വീണ്ടും ഓഫീസിലേക്ക് പോകും. അസിസ്റ്റൻ്റ് വന്നിട്ട് ഹുഞ്ചിൻ നീ എവിടെയായിരുന്നു, ടീം ലീഡർ വന്നിട്ടുണ്ടെന്ന് പറയും. അതാരാണെന്ന് അറിയാൻ വേണ്ടി അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണും. അവനെ കണ്ട് അവൾ സ്റ്റക്കാവും. പഴയ ഓർമ്മകൾ വരും. അവരൊരുമിച്ച് നടക്കുന്നതും എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് അയാൾ പറയുന്നതും അവൾ ഓർക്കും. അവരുടെ കണ്ണുകൾ തമ്മിൽ പരസ്പരം ഉടക്കും. അവളിപ്പോഴും വാ പൊളിച്ച് തന്നെ നിൽക്കുകയാണ്. അയാൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ഹായ്, ഞാൻ പാർക്ക് ടീം 3യുടെ ടീം ലീഡറാണെന്ന് പറയും. അവളെ സ്റ്റക്കായി നിന്ന് പഴയ കാര്യങ്ങൾ വീണ്ടും ഓർക്കും. അവൻ അവളുടെ കൈ പിടിച്ചിട്ട് ഹുഞ്ചിൻ ഞാനെന്ന് പറയാൻ തുടങ്ങും. ഇപ്പോൾ പ്രസൻറ്റിൽ അസിസ്റ്റൻ്റ് വിളിച്ച് അവളെ ബോധം വരുത്തും. ഇതാണ് നമ്മുടെ കാര്യങ്ങൾ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണമെന്ന് പറഞ്ഞു പോകും. അവൾ നോക്കുമ്പോൾ പാർക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ നോക്കുന്നത് കണ്ടിട്ട് അവൾ വേഗം കണ്ണു തിരിക്കും. ഇപ്പോൾ വീട്ടിൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ എന്തൊക്കെയോ അഴിക്കുന്നു, റിപ്പയർ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അതിൽ നിന്ന് തീയും പുകയും വരും. പേടിച്ചവർ പുറകോട്ട് മാറും. അവൻ വേഗം അത് ക്ലോസ് ചെയ്യും. അയ്യോ, എൻ്റെ ഇല്ലോ ഇത് കണ്ടുപിടിച്ചാൽ എന്നെ ഇന്ന് കൊല്ലും. ഇതും പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ അവിടെ കാണില്ല. അയാൾ പണ്ടേ രക്ഷപ്പെട്ടു ഓടി. അവൻ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവളിപ്പോൾ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. സമയം കുറേ വൈകി. വീട്ടിൽ പോയി എനിക്ക് നല്ല ചൂട് വെള്ളത്തിലൊന്ന് കുളിക്കണം. അവൾ വീട്ടിൽ വന്ന് ബോയിലർ പരിശോധിക്കുമ്പോൾ ഇതെന്താ, ഇന്നലെ ഇത് ഓൺ ആവുന്നുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ മുഴുവൻ പോയോ? നീ എന്തെങ്കിലും ഇതിൽ പണിതെന്ന് അവൾ ചോദിക്കും. ഇല്ല, എന്താന്ന് പറഞ്ഞ് അവൻ വന്ന് സ്വിച്ച് അമർത്തി നോക്കും. ഇതെന്താ വർക്കാവാത്തേ?
ഞാൻ നോക്കിയായിരുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് പ്രശ്നമൊന്നും വന്നില്ലെങ്കിൽ പ്രോപ്പർട്ടി ഓണറാ ഇത് ചെയ്തു തരേണ്ടതെന്ന് അവൾ പറയും. നമ്മളൊന്നും ചെയ്തില്ലല്ലോ. ടെഹുങ്ങിന് ആകെ ടെൻഷനാവും. ഞാൻ അയാളെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ എടുക്കും. പക്ഷേ അയാളെ കിട്ടില്ല. അവൻ എങ്ങനെയെങ്കിലും അത് തടയാൻ നോക്കും. നാശം, ഞാനൊരു മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞ് അവൾ ടൈപ്പ് ചെയ്യുമ്പോൾ അവനത് പിടിച്ചു വാങ്ങി ഇങ്ങനെയൊന്നും പോരാ, കുറച്ച് ദേഷ്യപ്പെട്ട് എഴുതണമെന്ന് പറഞ്ഞ് നിങ്ങളെന്താ എൻ്റെ വൈഫിൻ്റെ കോൾ എടുക്കാത്തതെന്നെല്ലാം ടൈപ്പ് ചെയ്യും. അവളത് കണ്ട് ഫോൺ പിടിച്ചു വാങ്ങും. അങ്ങനെ പിടിവലിക്കൊടുവിൽ എന്തോ ഒരു സ്റ്റിക്കർ അയാൾക്ക് പോകും. അവൾക്ക് ദേഷ്യം വന്ന് അവൻ്റെ അടിക്കാൻ ഒങ്ങുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് അവൻ ചോദിക്കും. നീ ശരിക്കും പറഞ്ഞതാണോ? അവരിപ്പോൾ തുണി അലക്കുന്ന സ്ഥലത്താണുള്ളത്. ഊജു അത് നോക്കി നിൽക്കുവാണ്. കമ്പനി ഗ്രൂപ്പിൽ അവൾ മെസ്സേജ് കാണും. ആളുകൾ തമ്മിൽ പറയുവാണ്, ആർക്കെങ്കിലും ഇൻ്റർവ്യൂവിൻ്റെ അന്ന് ലോബിയിലുണ്ടായിരുന്ന ആ പെണ്ണാരാണെന്ന് മനസ്സിലായോ? ആർക്കറിയാം, ഈ ഗ്രൂപ്പിൽ മിണ്ടാതിരിക്കുന്നത് അവളായിരിക്കുമെന്ന് അവർ പറയുന്നുണ്ട്. ആ വീഡിയോയും അതിൽ ഷെയർ ചെയ്യും. അവളത് അവനെ കാണിച്ചു കൊടുക്കും. ഹായ്, ഇത് ഞാനല്ലേ? നിൻ്റെ മുഖം ഇതിലില്ലല്ലോ. നീ കാരണം എൻ്റെ വർക്ക് ലൈഫ് മുഴുവൻ കുളമായി. ഞാൻ നീ എന്ത് ചെയ്യുന്നു പറഞ്ഞ് അവൾ കരയും. ഞാൻ നീ എങ്ങനെ അവനെ നോക്കും? എൻ്റെ പെർഫെക്റ്റ് സൈഡ് മാത്രമേ ഇതുവരെ ഞാൻ അവനെ കാണിച്ചിട്ടുള്ളൂ. നീ ഇത് ആരുടെ കാര്യമോ പറയുന്നതെന്ന് ടെഹുങ് ചോദിക്കും. അവനെൻ്റെ ഫസ്റ്റ് ലവ് ആണ്. എനിക്കവനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇങ്ങനെ നാണം കെട്ട് അറിയപ്പെടാൻ എനിക്കിനി വയ്യ. ഇവിടെ വെച്ച് 3ാമത്തെ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗം അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.